ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ചായക്കട മുതൽ 5 സ്റ്റാർ ഹോട്ടൽ വരെ 6-ാം തീയതി 24 മണിക്കൂർ അടച്ചിടുമെന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സംഗം മണി. എന്താണ് പരിപാടി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പൊതുജനങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വ്യാപാര മേഖലയ്ക്കുണ്ടായ ഞങ്ങളെ ഹോട്ടൽ വ്യാപാര മേഖലയ്ക്കുണ്ടായ ഒരു വലിയ പ്രതിസന്ധി. കാരണം ഞങ്ങൾ ഈ കാലങ്ങളായിട്ട്, അതായത് നമ്മുടെ ഏത് മേഖലയായാലും, നമ്മൾ വ്യാപാര മേഖല എന്ന രീതിയിൽ ഒരു ഭക്ഷ്യ വിതരണ മേഖല എന്നതിലപ്പുറം ഞങ്ങളൊരു സർവീസ് മേഖലയാണ്. അതിലുപരി ഞങ്ങളൊരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഇത്തരത്തിലുള്ളൊരു മേഖലയിൽ ഞങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചു വരികയായിരുന്നു. അതിന് മുമ്പ് 1620 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2130 വരെ എത്തി. അതിലപ്പുറമാണ് എന്താ പറയുക, ഇടിവെട്ടേറ്റാണ് പാമ്പ് കടിച്ച് എന്ന രീതിയിലേക്ക് മാറി 1000 രൂപയാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. അപ്പോൾ 3100 രൂപ 220 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇന്നൊരു സിലിണ്ടർ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വ്യാപാര മേഖല മുന്നോട്ട് പോവുക? ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഈ നഗരത്തിൽ എത്രയോ ആളുകൾ വരുന്നുണ്ടല്ലോ, അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ ഹോട്ടലുകളെയാണ്. കാരണം അവർക്കുടെ പ്രാഥമിക ആവശ്യങ്ങളും ഭക്ഷണം എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങൾ. ഇങ്ങനൊരു മേഖലയ്ക്ക് ഇത്തരത്തിലുള്ളൊരു വില വർധന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ 6-ാം തീയതി ഞങ്ങൾ 24 മണിക്കൂർ കടകൾ അടച്ച് സമരം ചെയ്യുകയാണ്. അത് എല്ലാ യൂണിറ്റുകളിലും ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്, സംസ്ഥാന തലത്തിലൊക്കെ പ്രതിഷേധങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട്, ഞങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കുന്ന ഭാഗമായിട്ട് മാറൂല. എന്നാലും ഇതൊരു സൂചന ആയിട്ട് തന്നെയാണ് വേണ്ടത്. ഈ ഹോട്ടൽ ഞങ്ങൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിലെ എല്ലാ ഹോട്ടലുകളും ഉൾപ്പെടുന്ന മേഖലയാണ്. അതൊരു ചായക്കട മുതലുണ്ട്, ചായക്കട മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ആളുകൾ ഉൾപ്പെട്ട ഒരു വിഭാഗമാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഈ സമരത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ട്, മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളൊക്കെ സഹകരണങ്ങൾ വേണം. ഞങ്ങൾ ഈ പ്രതിഷേധം അവരിൽ സർക്കാരിലേക്ക് അറിയിക്കണം. ഈ പ്രതിഷേധം കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം, ഏറ്റവും വലിയ ഉപകാരമാകുന്നത് പൊതുജനങ്ങൾക്കാണ്. കാരണം ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അവർ 1 നേരം 2 നേരം അല്ല 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇന്ന് ഈ നഗരത്തിൽ എത്തുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയാൻ ഞങ്ങൾ വില വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസരത്തിൽ ആദ്യമായിട്ട് ബാധിക്കുന്നത് ഇത്തരം പൊതുജനങ്ങളാണ്, ഈ ഹോട്ടലുകളൊക്കെ ആശ്രയിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് വില വർധനവ് ഞങ്ങളൊരു അജണ്ടയിൽ ഇല്ലാത്തതാണ്. ഇപ്പം ഞാനൊക്കെ ഈ 2 കൊല്ലമായിട്ട് ഇവിടെ ഒരു ഊണ് കൊടുക്കുന്നത് 70 രൂപയ്ക്കാണ്. ഇന്ന് വരെ വില വർദ്ധിപ്പിച്ചില്ല. ഇന്നും ഞാൻ 70 രൂപയ്ക്കാണ് കൊടുത്തുള്ളത്. പക്ഷേ ഗ്യാസ് മേടിച്ചത് 3120 രൂപയ്ക്കാണ്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ മേഖല അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും ബാധിക്കും. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇല്ലാതാക്കുക സർക്കാരിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇത് 24 മണിക്കൂറാണ് ഞങ്ങൾ സൂചന എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുന്നത്. ഇത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു പോകുമ്പോഴില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ പറ്റുമോ സർക്കാരിൻ്റെ മുന്നിൽ ഈ ഒരു പ്രതിഷേധം അറിയിക്കാൻ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ഗ്യാസിന് വില വർധനവ്, ഈ വില വർധനവിൽ നിന്ന് രക്ഷ നേടണം. കാരണം ഇത്തരത്തിലൊരു വില വർധനവ് പറഞ്ഞാൽ 1000 രൂപയൊക്കെ കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.